ക്യാപ്റ്റൻ ഒക്കെ ആയി അവിടെ മറ്റ് ടീമുകളെയൊക്കെ തിരിക്കുന്ന സമയത്ത് കക്കൂസ് ടീമിലേക്ക് വരുമ്പോൾ അനുമോളും നൂറയുമാണ് കക്കൂസ് ടീം. അപ്പൊ അനുമോളിൻ്റെതായ ഒരു തനതായ ഒരു പ്രസംഗം അവിടെ ഉണ്ടായിരുന്നു. അത് കാരണമുണ്ട്. ഈ അടുക്കളയിൽ നിന്ന് അനുമോളെ കക്കൂസ് ടീമിലേക്ക് ആക്കിയപ്പോൾ നൂറയും അനുമോളും തന്നെ സെൽഫായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ എല്ലാവരുടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കക്കൂസ് ടീമിലേക്ക് ഇവർ രണ്ടുപേരും വന്നിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കക്കൂസ് ടീമിൽ വന്നവരാരും തന്നെ കക്കൂസ് അത്ര വൃത്തിയാക്കാറില്ല. ആ ഒരു ബാത്റൂം ക്ലീൻ അല്ലാത്തത് കൊണ്ടാണ് അവർ രണ്ടുപേരും തന്നെ ഇത് ഇന്നലെ പ്ലാൻ ചെയ്ത് ഇവരുടെ ഒരു ഗ്രൂപ്പിസം അതിനകത്തുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഗ്രൂപ്പിസം ഒരു നെഗറ്റീവായിട്ട് പറയല്ല, പകരം അവർ മൂന്ന് പേരും കൂടെ ചർച്ച ചെയ്തെടുത്ത ഒരു തീരുമാനമാണ്. അപ്പോൾ ബാത്റൂം ക്ലീൻ അല്ലാത്തത് കൊണ്ടാണ് ഇവർ കയറിയെന്നുള്ളത്. തൊട്ട് മുമ്പ് കക്കൂസ് ടീം എന്ന് പറയുന്നത് ജിസേലായിരുന്നു. ജിസേല് കൈയൊക്കെ വെച്ചിട്ട് ഈ പറയുന്ന ആ ഒരു ക്ലോസറ്റിന്റെ സൈഡൊക്കെ കൈ വെച്ച് തേച്ച് കഴുകിയ ഒരു കാര്യമൊക്കെ അവിടെ നെവിനും ആര്യനും ഒക്കെ ആഘോഷിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ അനുമോള് ഡയറക്ട്ലി തന്നെ പറയുന്നുണ്ട്, കഴിഞ്ഞ കക്കൂസ് ടീം പോലും വൃത്തിക്കത് കഴുകിയിട്ടില്ല എന്ന്. അപ്പൊ കഴിഞ്ഞ കക്കൂസ് ടീം എന്ന് പറയുന്നത് ജിസേലിൻ്റെതാണ്. അപ്പൊ ആര്യൻ അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ആര്യൻ പറഞ്ഞ്, അയ്യേ എന്തിനാണ് ജിസേലിനെയൊക്കെ വീണ്ടും എടുത്തിടുന്നത്, അവരെന്തായാലും ഇവിടുന്ന് പോയില്ലേ, ആ പൊക്കോട്ടെ, എന്തിനാണ് ചുമ്മാ ഇങ്ങനെ എടുത്തിടുന്നത്, ജിസേലിനെ എടുത്തിടരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആര്യൻ അനുമോളുടെ നേരെ വരികയാണ്. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, ഞാൻ ജിസേലിനെ പറഞ്ഞതല്ല, ആ ഒരു ടീം ശരിയായില്ല. അപ്പം ആര്യൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതെനിക്ക് ശരിയായിട്ട് തോന്നി. ആര്യൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി വന്നിട്ട് പറയുന്നത് ഇത്ര നാളും ഈ ഒരു കക്കൂസ് ടീം നല്ലതായിരുന്നില്ല, ഒരു ടീമും നന്നായിട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ആകുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇവര് അത് മൊത്തം വൃത്തിയാക്കുമ്പോൾ ഇതുവരെയുള്ള കക്കൂസ് ടീമിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ടീം അനുവും നൂറയുമാണ് എന്ന് പ്രസ്താവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും.